അതുപോലെ തന്നെ വഴികൾ കഴിക്കണം, ഏതാണ് ഡീറ്റെയിൽ പ്ലാൻ കൊടുക്കണം, ഇതെല്ലാം സബ്മിറ്റ് ചെയ്യേണ്ടത് ഫിഫയ്ക്കാണ്. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. നമുക്കാകെ ചെയ്യാൻ പറ്റുന്നത് അർജന്റീനയായിട്ട് എഗ്രിമെന്റ് വെക്കുക, ഓസ്ട്രേലിയയായിട്ട് എഗ്രിമെന്റ് വെക്കുക. വളരെ വ്യാജമായ രീതിയിൽ ഇന്നും വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് മാതൃഭൂമിയൊക്കെ കൊടുക്കുന്ന വാർത്ത എന്താണ്? മെസ്സി തീരുമാനിച്ചു വരില്ല. അയ്യോ, മെസ്സി കേരളത്തിലേക്കില്ല. എങ്ങനെ അങ്ങനെ പറയാൻ കഴിയാന്നുള്ളതാണ്. അറ്റ്ലീസ്റ്റ് എന്താണ് ഒരു ഈ പറഞ്ഞ സ്പോർട്സിനെ കുറിച്ച് ധാരണയുള്ള ഒരു മാധ്യമം അങ്ങനെ ചെയ്യില്ല എന്നുള്ളതാണ്. അങ്ങനെ ചെയ്താൽ എന്താണ്? സ്പോർട്സിനെ കുറിച്ച് ധാരണ പറയേണ്ടത് ഫിഫ വിൻഡോയിൽ ഇന്ന കാരണങ്ങൾ കൊണ്ട് കിട്ടുന്നില്ല എന്ന് പറയാനുള്ളൊരു കാര്യം ചെയ്യണം. അല്ലാതെ ഒരു ലോജിക്കും ഇല്ലാതെ ഫിഫ വിൻഡോ എന്താണ് അർജന്റീന തീരുമാനിച്ചു, ഓസ്ട്രേലിയ തീരുമാനിച്ചു, എന്നാൽ ഞാൻ പറയട്ടെ അർജന്റീന നിങ്ങളൊന്ന് കാണിച്ചുകൊണ്ടാ പോയിട്ട് ഈ സാധനം എടുത്തിട്ട്. അങ്ങനെ പറ്റുന്നില്ലല്ലോ. എന്താ നിങ്ങൾക്ക് അവിടെ എൻട്രി ചെയ്യാൻ പോലും കഴിഞ്ഞിട്ടില്ല. ഈ സമയം വരെ കേരളത്തിലെ മാധ്യമങ്ങൾ ഈ സമയം വരെ കഷ്ടപ്പെട്ടിട്ട് അവിടുന്ന് ഒരു ഓതന്റിസിറ്റി ഉള്ള ഒരു വാർത്ത അവിടുത്തെ മാധ്യമങ്ങൾ എന്തോ പറഞ്ഞു എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലാതെ ഒന്നും പറയുന്നില്ല എന്നുള്ളതാണ്. ഫിഫ വിൻഡോയിലുള്ള മാച്ച് ഫിഫ അപ്രൂവൽ കിട്ടുന്ന സമയത്ത് പ്രോപ്പറായി കളിക്കും. അത് കൊച്ചിയിൽ തന്നെ കളിക്കും. അതിനുള്ള വേണ്ട കാര്യങ്ങളെല്ലാം റിപ്പോർട്ടർ ടിവിയും ഞാനും ഒരുക്കും. അത്ര അല്ല, ഫിഫ വിൻഡോ തന്നത് പിന്നെ ഫിഫയാണ്. ഫിഫ വിൻഡോ തരുന്നത് ഫിഫയാണ്. നവംബർ വിൻഡോ എടുക്കുക. അതുകൊണ്ടാണ് AFA അവരുടെ ഒഫീഷ്യൽ പിന്നെ പേജിൽ അനൗൺസ് ചെയ്തല്ലോ നവംബർ മാസത്തിൽ അവർ. ഒരു മിനിറ്റ്, അല്ല ഞാൻ നിങ്ങൾക്ക് എല്ലാം മറുപടി പറഞ്ഞിട്ടേ പോകുള്ളൂ. അതിന് മുന്നേ പോകില്ല. 1 by 5 ചോദിച്ചോളൂ. ഞാനല്ല പ്രഖ്യാപിച്ചത്, AFAന്റെ സൈറ്റിലാണ് പ്രഖ്യാപിച്ചത്. അതിന് ശേഷം ഞാൻ പ്രഖ്യാപിച്ചത്. ഏത് അല്ല, നിങ്ങൾ ഞാൻ പറഞ്ഞ ഫിഫ അർജന്റീന ഞാൻ രാവിലെ 7 മണിക്ക് പ്രഖ്യാപിക്കുമ്പോൾ 7 മണിക്ക് രാത്രി 12 മണിക്ക് 1 മണിക്ക് AFA ഡയറക്ടർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രഖ്യാപിച്ച ശേഷമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ആ സൈറ്റിൽ ഇപ്പോഴും ഉണ്ട്. അത് തന്നെയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഇപ്പോൾ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ കേരളത്തിലേക്ക് ഇല്ല എന്ന് പറയുന്ന അർത്ഥത്തില നിങ്ങൾ പറയേണ്ടത് എന്താണ്? ഞാൻ പറഞ്ഞത് എന്താ? അടുത്ത വിൻഡോയിലേക്ക് മാറ്റി വെച്ചെന്നല്ലേ പറഞ്ഞു. അതല്ലേ പറയണ്ടേ? അല്ല, അടുത്ത വിൻഡോ ഏത്? അല്ല, അവര് പറയട്ടെ. നിങ്ങൾ അന്നേരം പറഞ്ഞാൽ മതി, പ്രശ്നമൊന്നുമില്ലേ? ഏത്? അല്ല, അത് എന്റെ തീരുമാനമാണല്ലോ. അതിന് നിങ്ങൾ കൈയെടുത്തണ്ട. ഞാൻ എടുക്കുന്ന തീരുമാനം ഞാൻ എടുത്തോളൂ. അല്ല, ഞാൻ പറയുന്നറിയോ, മാർച്ച് വിൻഡോയിൽ കളി നടത്തണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ്. അത് നിങ്ങളെടുക്കണ്ട. അല്ല, അടുത്ത വിൻഡോ, അതുകൊണ്ടാണ് നമ്മൾ അടുത്ത വിൻഡോ. ഈ വിൻഡോയിൽ ഫിഫ അനുമതി കിട്ടി അടുത്ത വിൻഡോയിൽ കളിക്കുക. ഇതിവിടെ ഗോട്ടി കളിക്കുകയല്ല, ഇവിടെ ഇന്റർനാഷണൽ മാച്ച് കളിക്കുകയാണ്. ആ മാച്ച് കളിക്കാനുള്ള മാച്ച് കളിപ്പിക്കാൻ വേണ്ടി ഒരു സ്റ്റേഡിയം റീവാമ്പ് ചെയ്ത് അതിന്റെ അപ്രൂവൽ എടുത്ത് അവരുടെ ഫിഫ വിൻഡോയിൽ അപ്രൂവൽ എടുത്ത് ആ ടീമിനെ അലോക്കേറ്റ് ചെയ്ത് ആ ടീമിനോട് ഡിസ്കസ് ചെയ്ത് തീരുമാനിച്ചിട്ടുണ്ട്. അടുത്ത വിൻഡോയ്ക്ക് AFA തീരുമാനിക്കാമെന്ന് പറഞ്ഞാൽ അടുത്ത വിൻഡോയിൽ തീരുമാനിക്കും. ഏത്? അതാണ് ഞാൻ പറയും. ഇപ്പൊ നിങ്ങൾ ചോദിച്ചു, ഞാനിപ്പോൾ അടുത്ത വിൻഡോ മാർച്ച് എന്ന് അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പറയും, നിങ്ങളല്ലേ പറഞ്ഞു പറയും അത് AFA അനൗൺസ് ചെയ്യട്ടെ. അത് AFA അനൗൺസ് ചെയ്യും. അതെ, ഫിഫ അനൗൺസ് ചെയ്തില്ല. അതാണ് പറയുന്നത്. ആ ടീം നിങ്ങൾക്ക് അറിയേണ്ട എന്താ? മെസ്സി വരുമല്ലോ എന്നല്ലേ? അത് അല്ല, അതാണ് പറയുന്നത്. നവംബർ മാസത്തിലെ കളിക്ക് ഫിഫ അനുമതി നൽകിയിട്ടില്ല. പക്ഷെ മാർച്ച് മാസത്തിലെ വിൻഡോയ്ക്കുള്ള ആപ്ലിക്കേഷൻ മൂവ് ചെയ്തിട്ടുണ്ട്. ആ ആപ്ലിക്കേഷൻ മൂവ് ചെയ്യുന്ന പെർമിഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് അനൗൺസ് ചെയ്യും. അതിന് മുന്നേ എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. പറ്റുമോ? അല്ല, രണ്ട് കാരണങ്ങളാണ്. ഒന്നാമത്തെ കാരണം, അങ്കോളയും കേരളവും തമ്മിൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഏകദേശം 11 മണിക്കൂർ ട്രാവൽ അവേഴ്സാണ്. 11 മണിക്കൂർ. പിന്നെ അങ്കോള ടു ഇന്ത്യ. അപ്പോൾ സാധാരണ ടീമുകൾ ചെയ്യുന്ന പണി എന്താ പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു ലേ ഓവർ സ്പേസ് കണ്ടെത്തും. അത് അവർ കണ്ടെത്തിയിരുന്നത് ഖത്തറാണ്. അപ്പോൾ എന്ത് ചെയ്യും? പിന്നെ അർജന്റീനയിലേക്ക് ഖത്തറിലേക്ക് വരും. ഖത്തറിൽ നിന്ന് അവർ അങ്കോളയിൽ പോകും, തിരിച്ച് ഖത്തറിൽ വരും. ഒരു ദിവസം അവർ ട്രെയിനിങ് നടത്തും, കേരളത്തിലേക്ക് വരും. അങ്ങനെയായിരുന്നു അവരുടെ തീരുമാനം ഉണ്ടായിരുന്നത്. പക്ഷേ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് ഫിഫ എഗ്രിമെൻറ്റ് വയലേഷനാണ്, അല്ല ഫിഫ റൂൾസിന് വയലേഷനാണ്. അതുകൊണ്ട് അങ്ങനെ കളിക്കാൻ പറ്റില്ല എന്ന് AFAനോട് പറഞ്ഞു. നിങ്ങൾക്ക് ഡയറക്റ്റ് ട്രാവൽ ചെയ്യുന്ന 5 മണിക്കൂറിനുള്ളിൽ ഡയറക്റ്റ് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന സ്ഥലത്തേക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഒന്നാമത്തെ കാര്യം. ആ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് 5 മണിക്കൂർ കൊണ്ട് അങ്ങോട്ട് നിന്ന് ഡയറക്റ്റ് ഇങ്ങോട്ട് ട്രാവൽ ചെയ്യാൻ കഴിയില്ല. കാരണം അത് 2 ഭൂഖണ്ഡങ്ങളിലാണ്. 2 ഭൂഖണ്ഡങ്ങളിൽ കളിക്കണമെങ്കിൽ അടുത്തുള്ള സെക്ഷനിലേ പറ്റുള്ളൂ. 5 മണിക്കൂറിനുള്ളിൽ പറ്റും. അത് നമ്മുടെ പ്രശ്നമല്ല. അതാരുടെ പ്രശ്നമാണ്? AFAന്റെ പ്രശ്നമാണ്. അത് AFA അതേപടി അംഗീകരിച്ചു. കാരണം അവർക്കത് ആ ഫിഫ റിജക്ട് ചെയ്താൽ അത് ചെയ്യാൻ കഴിയില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഇന്ത്യയിൽ സ്റ്റേഡിയം, ഫിഫ റാങ്കിങ്ങിലുള്ള സ്റ്റേഡിയം, അപ്രൂവ്ഡ് സ്റ്റേഡിയം, ഫിഫ പിന്നെ സ്റ്റാൻഡേർഡ് ഉള്ള സ്റ്റേഡിയം കുറേ ഉണ്ട്. അപ്രൂവ്ഡ് ഉള്ള സ്റ്റേഡിയം ആകെ അഹമ്മദാബാദ് സ്റ്റേഡിയം മാത്രമേ ഉള്ളൂ. പുതിയ നരേന്ദ്രമോദി സ്റ്റേഡിയം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ വേറെ ഇന്ത്യയിൽ സ്റ്റേഡിയം ഇല്ല. അപ്പോൾ ആ സ്റ്റേഡിയത്തെ എന്ത് ചെയ്യണം? സ്റ്റേഡിയം അപ്രൂവ്ഡ് സ്റ്റേഡിയം ആക്കി മാറ്റണം. ഫിഫ സ്റ്റാൻഡേർഡ് ഉള്ള റാങ്കിങ് ഉള്ള സ്റ്റേഡിയങ്ങളുണ്ട്. പക്ഷേ ഫിഫ സ്റ്റാൻഡേർഡ് ഉള്ള സ്റ്റേഡിയങ്ങളാണ് നമ്മുടെ എല്ലാം.
പക്ഷേ അത് അപ്രൂവൽ എടുക്കണം. നമുക്ക് ഇന്ത്യയിൽ ഒരു കളി ഇത്രയും നാൾ നടക്കാത്തതുകൊണ്ട് നമ്മൾ ഇതുവരെ അപ്രൂവൽ എടുത്തിട്ടില്ല. ആ അപ്രൂവലിൻ്റെ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ അവരെല്ലാ ക്രൈറ്റീരിയയും വെച്ചിട്ട് ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്താൽ അപ്രൂവൽ കിട്ടും. ആ ക്രൈറ്റീരിയ മുഴുവൻ വെച്ച് നമ്മൾ ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 1-2 ആഴ്ച കൊണ്ട് അതിൽ അപ്രൂവൽ കിട്ടും.